മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജും മാത്യു കുഴൽനാടനും പുറത്തുവിട്ട തെളിവുകൾ മാത്രമല്ല, ഇനിയും ഏറെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. അത് മറച്ചുവെക്കാനാണ് മുഖ്യനും ഗോവിന്ദനും അടക്കമുള്ള CPM നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണ്. CMRLലുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷമാണെന്ന നിർണായക വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഖനനാനുമതി റദ്ദാക്കിയത് 2023 ഡിസംബർ 18-നാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര നിയമപ്രകാരം 2019-ൽ തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു. അതിനുശേഷവും 5 വർഷത്തോളം കരാർ നിലനിന്നു. ഇക്കാലയളവിലാണ് എക്സാലോജിക്കിലേക്ക് പണം എത്തിയതും. ഇതോടെ അഴിമതിയുടെ സൈക്കിൾ പൂർത്തിയാക്കുകയാണ്. 2019 ഫെബ്രുവരി 20-ന് അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. സ്വകാര്യ ഖനനത്തിനുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് 2019 മാർച്ച് 19-നാണ് കേന്ദ്രം ഉത്തരവിറക്കിയത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഖനനാനുമതി റദ്ദാക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു. പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നുമായിരുന്നു കുഴൽനാടന്റെ ആരോപണം. കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു. എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ 2019-ൽ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇതിനനുസരിച്ച് 2004-ൽ CMRLന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിംഗ് വിഭാഗം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി. ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാതെ ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു. ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത്. കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ CMRLന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിന് മറുപടിയായി ധനമന്ത്രി P. രാജീവ് പറഞ്ഞത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം UDFന് എതിരാണ്. തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന് ഉത്തരവിറക്കിയത് 2002-ലാണ്. 2004-ൽ സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകി. കമ്പനിക്ക് അനുമതി നിഷേധിക്കുകയാണ് LDF ചെയ്തത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിച്ചത്. ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്നായിരുന്നു. ഏതായാലും നാൾക്കുനാൾ മാസപ്പടി വിവാദത്തിലെ ചുരുളുകൾ അഴിയുകയും മുഖ്യനും CPMനും വീണയ്ക്ക് മുകളിലുള്ള കുരുക്കുകൾ മുറുകുകയുമാണ്.